ഈ മനുഷ്യൻ പെട്ടെന്ന് എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ഒരു വഴി കണ്ടെത്തി. അന്ധനായി നടിക്കുകയാണെങ്കിൽ അവനൊരു അമ്പലത്തിന്റെ മുന്നിലിരുന്ന് ബഹുമാനത്തോടെ ഭിക്ഷയാചിക്കാൻ കഴിയും. മാത്രമല്ല, മറ്റാളുകളേക്കാൾ 3 ഇരട്ടി പണം സമ്പാദിക്കുകയും ചെയ്യാം. അവൻ റോഡ് മുറിച്ചു കടക്കുമ്പോൾ പോലും ദയാലുക്കളായ ആളുകൾ അവനെ സഹായിക്കാനുണ്ടാകും. ഒരു അന്ധനായതുകൊണ്ട് അവന് സർക്കാർ നൽകുന്ന ഒരു മുറിയിൽ സൗജന്യമായി താമസിക്കാനും കഴിയും. എന്നാൽ അതായിരുന്നില്ല അവന്റെ ലക്ഷ്യം. ഒരു പിയാനിസ്റ്റ് എന്ന തന്റെ പദവി ഉപയോഗിച്ച് അവൻ ആളുകളുടെ വീടുകളിൽ പോയി പിയാനോ വായിച്ചു. കാരണം ആരും ഒരു അന്ധനെ ഭയപ്പെടില്ല. അങ്ങനെ പല വീട്ടമ്മമാരുടെയും സ്വകാര്യ കാര്യങ്ങൾ ചാരവൃത്തിയിലൂടെ അവൻ മനസ്സിലാക്കി. എന്നാൽ അന്ധനായി അഭിനയിക്കുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ കാര്യമായി മാറുമെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. അന്ന് ഒരു ധനികന്റെ ഭാര്യയുടെ ജന്മദിനം ആഘോഷിക്കുന്ന വീട്ടിലേക്ക് അവൻ പോയി. എന്നാൽ വാതിൽ തുറന്നപ്പോൾ ആ സ്ത്രീക്ക് അവനെ അകത്തേക്ക് കടത്തിവിടാൻ ഒട്ടും താൽപ്പര്യമുണ്ടായിരുന്നില്ല. സമയം തെറ്റിയതായിരിക്കാം എന്ന് അവർ അവകാശപ്പെട്ടു. പക്ഷേ അവൻ ധനികനിൽ നിന്ന് ഒരു അഡ്വാൻസ് വാങ്ങിയിരുന്നു. പരിപാടി കഴിഞ്ഞാൽ നല്ലൊരു തുക കൂടി കിട്ടാനുമുണ്ട്. അവർ തമ്മിലുള്ള ഈ സംസാരം പ്രായമായ ഒരു അയൽക്കാരിയുടെ ശ്രദ്ധ ആകർഷിച്ചു. അയൽക്കാരിയുടെ ശ്രദ്ധ ലഭിക്കാൻ ആ സ്ത്രീ ആഗ്രഹിച്ചില്ല. അതിനാൽ അവൻ ശരിക്കും അന്ധനാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ അവനെ അകത്തേക്ക് കടത്തിവിട്ടു. ആ സ്ത്രീ അവനെ പിയാനോ വായിക്കാൻ അനുവദിച്ചു. എന്നാൽ അവൻ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു. കാരണം സ്വീകരണ മുറിയിൽ ഒരു മൃതദേഹം കിടക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സ്ത്രീ തന്നെ അകത്തേക്ക് കടത്തിവിടാൻ മടിക്കുന്നതെന്ന് അവന് മനസ്സിലായി.